നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിലൊരു വചനം കണ്ടാലോ? 4-ാം അധ്യായം 39-ാം തിരുവചനം. അടങ്ങുക, ശാന്തമാവുക. തൃശ്ശൂർ ജില്ലയിൽ BLM എന്ന് പറഞ്ഞൊരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ പേരാണ് ഫാദർ നിക്സൺ. ആ അച്ഛനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, നമ്മുടെ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര വലിയ പ്രശ്നമുള്ള സഹനത്തിൻ്റെ നിമിഷങ്ങളിലും ഈ വചനം നമ്മൾ ഒരു ദിവസം 250 പ്രാവശ്യം വെച്ചിട്ട് 7 ദിവസം ചൊല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ആയിട്ടും പിന്നെ എൻ്റെ ബിസിനസ് പരമായിട്ടും ഒത്തിരി തകർച്ചയും സഹനമൊക്കെ ആയിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഞാനിത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഓരോ വഴികൾ, ഓരോ മേഖലകൾ എനിക്ക് പതുക്കെ തുറക്കപ്പെടാനും കാര്യങ്ങൾ നടക്കാനായിട്ട് സാധിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞ ഒരു ടെസ്റ്റിമോണിയാണ് ഞങ്ങളവിടെ വോയിസ് റെക്കോർഡിൽ ഒരു ചേച്ചിയുടെ കേട്ടതാണ്. ഇങ്ങനെ ചേച്ചിയും ഹസ്ബൻഡും തമ്മിൽ ഒരുപാട് വർഷങ്ങളായിട്ട് സ്നേഹത്തിലല്ലായിരുന്നു. അതായത് അവർ തമ്മിൽ ഒരു ഐക്യമില്ല, അവർ തമ്മിൽ പരസ്പരം മിണ്ടില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മക്കളായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അങ്ങനെ ഈ ചേച്ചി ഈ വചനം അച്ഛൻ പറഞ്ഞ പ്രകാരം ചൊല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആവുകയും പിന്നീട് അവർ അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ആവുകയും ചെയ്തു. അപ്പം നമുക്കെല്ലാവർക്കും അമേരിക്കയിൽ പോകാൻ പറ്റും, ഓസ്ട്രേലിയ, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് സോൾവ് ആക്കാനായിട്ട് സാധിക്കും ഈ വചനത്തിൻ്റെ ശക്തിയിലൂടെ. അപ്പോൾ നമ്മളുടെ പേര് പറഞ്ഞിട്ട് വചനം പറയുക, അടങ്ങുക, ശാന്തമാവുക. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പഠിച്ചോളൂ കേട്ടോ.